ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന എനിക്കൊന്നൊരു 2-3 വീക്സ് മുന്നേ ഒരു ഇൻസിഡൻറ്റ് നമുക്കുണ്ടായി മൂന്നാറിൽ. അതായത് മുംബൈ ഒരു ടൂറിസ്റ്റിന് ഉണ്ടായ ഒരു മോശം അനുഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വാർത്തകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ഈ വീഡിയോ ചെയ്യാൻ ഇത്ര താമസിച്ചെന്ന്. അപ്പം എനിക്കിതിൻ്റെ ഇത് എന്താവുമെന്ന് അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്ത് ആക്ഷനാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇത് എടുക്കുന്നതെന്ന് കൂടി അറിഞ്ഞിട്ട് വേണം ഒരു വീഡിയോ ചെയ്യാനെന്നുള്ള ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അത് കുറച്ച് നാളത്തേക്ക് നീട്ടി വെച്ചത്. എനിക്ക് നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിനെ കുറിച്ച് എനിക്കൊരു നല്ലൊരു ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. കാരണം നമ്മുടെ ഇവിടെ പല കാര്യങ്ങളും പുള്ളിക്കാരൻ നല്ല രീതിയിൽ നടപ്പാക്കുന്നുണ്ട്. അത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താവും, എന്താണ് ആക്ഷൻ സ്റ്റെപ്പ് ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് വെയിറ്റ് ചെയ്തത്, ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മുംബൈയിൽ നിന്ന് വന്ന ഒരു ടൂറിസ്റ്റ് ഊബർ വിളിച്ചു, മൂന്നാറിലേക്ക് ഊബർ വിളിച്ച്. അപ്പം ഊബറുകാരൻ വന്ന സമയത്ത് പിന്നെ അവിടുത്തെ ലോക്കൽ ടാക്സിക്കാർ അവരെ തടഞ്ഞു നിർത്തുകയും അവരുടെ ലഗേജൊക്കെ എടുത്ത് പിന്നെ അവരുടെ ലോക്കൽ ടാക്സി കയറണം എന്ന് പറഞ്ഞ് ഒരു പ്രശ്നമുണ്ടാക്കി. അപ്പം ഈ വർക്കല പിന്നെ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ ഓൾറെഡി അവർ ബോർഡ് വരെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഊബറുകാർ ഓൺലൈൻ ടാക്സിക്കാരെ അവർ പിന്നെ അവിടെ കയറ്റില്ല എന്നുള്ളത്. ഈ യൂബർ പോലുള്ള ഒരു ടാക്സി വിളിക്കുമ്പോൾ ടൂറിസ്റ്റുകൾക്ക്, പ്രത്യേകിച്ച് അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ച് അതൊരു ആശ്വാസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂബറിൽ ആ കാറിൻ്റെ നമ്പർ, അതിൻ്റെ ഡ്രൈവറുടെ പ്രൊഫൈല് എല്ലാം ഇതിൽ കാണും. അപ്പോൾ അവർക്കൊരു സേഫാണ് അല്ലേ. അറിയാത്തൊരു ടാക്സി പോകുമ്പോൾ എത്രമാത്രം സെക്യൂർ ആണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അപ്പോൾ അവരുടെ ഒരു സേഫ്റ്റി കൺസേണും കൂടെ അതുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ഭയങ്കര വൈറലായി. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേരള, പക്ഷെ ഇനി ഇങ്ങോട്ടില്ല എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ സ്പ്രെഡ് ആയേക്കുന്നത്. അപ്പം ഇവർ വന്ന സമയത്ത് ഇവർ നേരിട്ട് ടൂറിസ്റ്റ് നമ്മുടെ പോലീസുകാരെ വിളിച്ചു. അപ്പോൾ പോലീസുകാർ, യൂണിയൻ ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ ഒരേ സ്വരത്തിൽ വന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിയൻകാരും മറ്റേ പോലീസുകാരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞ് നിങ്ങൾ ആ യൂബർ വിട്ടേക്ക്, എന്നിട്ട് ഈ ടാക്സി കയറി പോകണം എന്നുള്ള രീതിയിലാണെന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ നാട്ടിൽ വന്ന ഒരു ടൂറിസ്റ്റിൻ്റെ സേഫ്റ്റി ഒരു പോലീസുകാരെ വിളിച്ചിട്ട് പോലും അവർ ഇത് അവഗണിക്കുക എന്ന് പറയുന്നത് ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് കരുതാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ അവർക്ക് ഇത്രയും മോശമായ ഒരു അനുഭവം ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിലേക്ക് അവർ വരുമോ? ഒരിക്കലും വരില്ല. അപ്പം പിന്നെ ഇങ്ങനെയുള്ള ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കി. ചില സ്ഥലത്ത് അവനവന് ജീവിക്കാൻ വേണ്ടിയാണ് ടാക്സി ഓടിക്കുന്നത്, അവർക്ക് പൈസ കിട്ടാനും കാര്യങ്ങളാണ്. ഈ ഓൺലൈൻകാർ പിന്നെ ഓൺലൈൻ യൂബർ പോലെയുള്ളവർ അവർ നിരക്ക് കുറച്ച് ഓടിക്കുന്നത് ചിലപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാകാം. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ടൊന്ന് ആഗ്രഹിക്കുന്നത്, ഞാനാണേലും നിങ്ങളാണേലും ഒക്കെ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു ടാക്സി വിളിക്കുമ്പോൾ നമുക്ക് 10 രൂപ കുറയണം എന്നല്ലേ. അല്ലാതെ നമുക്കിത് കൂടുതലും മേടിച്ച് നാട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലല്ലോ. ഇപ്പോൾ നമ്മൾ കോഴിക്കോടത്തെ ഓട്ടോ ഡ്രൈവേഴ്സുമാരെ കുറിച്ച് കേട്ടിട്ട് അവർ കിലോമീറ്റർ വെച്ചിട്ട് നല്ല രീതിയിൽ പെരുമാറുകയും നല്ല കറക്റ്റായിട്ടുള്ള ഫെയറാണ് അവർ മേടിക്കുന്നതെന്നുമാണല്ലേ അങ്ങനെ ടാക്സിക്കാരൊക്കെ. പക്ഷേ എല്ലായിടത്തും ഉണ്ട് അതേപോലെ നന്നായിട്ട് ഫെയർ, നല്ല രീതിയിൽ ഉള്ള കിലോമീറ്ററിന് മാത്രം പൈസ മേടിക്കുന്നവർ. പക്ഷേ നമുക്ക് ചിലപ്പോൾ കൊച്ചിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വളരെ മോശമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ. കാരണം അവർ മീറ്റർ ഇടാതെ ഓടും, എന്നിട്ട് ടൂറിസ്റ്റുകളുടെ തോന്നിയ എമൗണ്ടാണ് മേടിക്കുന്നത്. കുറച്ച് ഇത് പോകുന്നതിന് 3 ഇരട്ടി എമൗണ്ടൊക്കെയാണ് ഇവർ മേടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇതൊക്കെ ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് ഈ ഓൺലൈൻ ടാക്സികൾ നമുക്കറിയാം ഇത്ര വരെ ഓടിക്കഴിഞ്ഞ് ഇത്ര രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പം നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാകും, നമുക്ക് ആ പൈസ കൊടുക്കുകയും ചെയ്യാം.
നേരെ മറിച്ച് വിളിച്ചിട്ട് 3 ഇരട്ടിയൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരുടെയും അത് കൊടുക്കാനുണ്ടായിക്കോളന്നില്ല, ഉണ്ടാവില്ല. അതൊക്കെ ഓരോരുത്തരുടെ സിറ്റുവേഷൻസൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിൽ എന്തർത്ഥമുള്ളൂ? ഇപ്പം നിങ്ങൾക്ക് ഈ യൂബർ പോലുള്ള ഓൺലൈൻ ടാക്സികൾ വരാൻ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള നിരക്ക്, കിലോമീറ്ററുള്ള നിരക്ക് നിങ്ങൾ ക്രമീകരിക്കുക. അല്ലാതെ ഇവരെ ഒഴിവാക്കുക എന്നുള്ളത് പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. നിങ്ങൾ കുറേ സമരം ചെയ്തിട്ടോ എന്ത് കാര്യമാണ് അതിലുള്ളത്? മീൻസ് എല്ലാവർക്കും ജീവിക്കണ്ടേ? അവർക്കും ജീവിക്കണം, നിങ്ങൾക്കും ജീവിക്കണം. അപ്പം യൂബർ ഈ പറയുന്ന പോലെ കേരളത്തിൽ രജിസ്ട്രേഷൻ അവരുടെ ഇല്ല എന്നുള്ളൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. താമസിയാതെ അവർ പിന്നെ യൂബർ, ഓല പോലെയുള്ള ഇതിൽ പിന്നെ അവർ ഉടനടി അവരുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം താമസിയാതെ അവരത് ചെയ്യുന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അവരത് രജിസ്റ്റർ ചെയ്തിട്ട് നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകുക, എല്ലാവരും കൂടെ തീരുമാനം എടുത്തിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു നിരക്ക് സാധാ ടാക്സിക്കാർക്കും യൂബറുകാർ എപ്പോഴും ആ ഒരു നിരക്കിൽ പോകുന്നതാണ്. എപ്പോഴും ഇതിന് ആൾക്കാർ എപ്പോഴും നമ്മൾ കുറച്ച് എമൗണ്ടിലാണ് ട്രാവൽ ചെയ്യുന്നത് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല എല്ലാവരും. അപ്പം ഇതിനുള്ള ആക്ഷൻ എന്താണ് ഗണേഷ് കുമാർ സാറിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, ആ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു, പിന്നെ ആ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ലൈസൻസ് റദ്ദാക്കി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയുള്ള കാര്യം എടുത്തിട്ട് ഇപ്പോൾ ആർക്ക് അവസാനം പോയേ? അവർക്ക് പോയില്ലേ, അവരുടെ ലൈസൻസ് റദ്ദാക്കി, അല്ലെ അവർ സസ്പെൻഡ് ആയി. ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടേണ്ടി വല്ല ആവശ്യം ഉണ്ടായിരുന്നു? മര്യാദയ്ക്ക് അങ്ങോട്ട് രീതിയിൽ അതിഥി ദേവോ ഭവ എന്നാണ് നമ്മുടെ ഇതിൽ തന്നെ പറയുന്നത്. അപ്പോൾ ടൂറിസ്റ്റിനെ നല്ല രീതിയിൽ പെരുമാറി അവരെ നമ്മുടെ നാട്ടിൽ സെക്യൂറായിട്ട് ഫീൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. അപ്പം അതിങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല.